നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ആഴ്ചയാകുന്നു. നിങ്ങളുടെ ആഴ്ചയിൽ ഈ വാരത്തിൽ സെപ്റ്റംബർ മാസം 24-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള 7 ദിവസങ്ങളെയാണ് പ്രതിപാദിക്കുന്നത്. അതായത് 1200 കന്നിമാസം 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ഒരാഴ്ച കാലത്തെ ശുഭാശുഭ ഫലങ്ങളും മറ്റുമാണ് നിങ്ങളുമായി ഇവിടെ നാം സംവേദിക്കുന്നത്. കഴിഞ്ഞ വാരത്തിൽ പ്രധാനമായും 2 കാര്യങ്ങൾ സംഭവിച്ചത്. നീചസ്ഥനായ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് തുലാം രാശിയിലേക്ക് വന്ന ഒരു നല്ല തുടക്കമായിരുന്നു. അതിനുശേഷം ബുധനും സ്വന്തം ഉച്ചരാശിയായ കന്നിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അവിടെ ബുധന് യഗരാശിയിൽ ഒരു മൗഢ്യമുണ്ടെങ്കിലും ആ മൗഢ്യത്തിന് വലിയ പ്രസക്തിയില്ല. അതിനാൽ ഈ വാരം ഈ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ മാറ്റം എങ്ങനെയാണ് മേടം മുതലായ 12 രാശിക്കാരെയും സ്വാധീനിക്കുക എന്ന വിഷയമാണ് ഡോക്ടർ മാരാർജി ചർച്ച ചെയ്യുന്നത്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് തുലാം, വൃശ്ചികം, ധനു രാശിക്കാരുടെ ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ആദ്യമായി നാം ചർച്ച ചെയ്യുന്നു തുലാം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ. തുലാം രാശി എന്നാൽ ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന നക്ഷത്ര സമൂഹമാകുന്നു തുലാം രാശി. ഇവിടെ തുലാം രാശിക്കാർക്ക് രാശിയിൽ ശുക്രൻ, 5-ൽ ശനി, 6-ൽ രാഹു, അഷ്ടമത്തിൽ ചന്ദ്രൻ, വ്യാഴം, 9-ാം ഭാവത്തിൽ ചൊവ്വ, 12-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, കേതു. ആദ്യമായി തുലാം രാശിക്ക് രാശിധിപനായ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്നു. അതൊരു നല്ല യോഗമാകുന്നു, മാളവ്യ മഹായോഗമാകുന്നു. അവിടെ തുലാം രാശിക്കാർക്ക് സുബലമധിതനോ നരേന്ദ്രപൂജ്യ സ്വജന വിഭുർ പ്രതിദ അഭയ സിദേ സ്വേ. തനിക്ക് പ്രസിദ്ധി ലഭിക്കുന്നു. ഈ വാരത്തിൽ നരേന്ദ്രപൂജ്യ രാജാവ് തന്നെ ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു, തനിക്ക് ആദരവ് നൽകുന്നു. അതിനാൽ രചന വൈഭവമുള്ളവർക്കും PhD കിട്ടിയവർക്കും അല്ലെങ്കിൽ എഴുത്തുമായി ബന്ധപ്പെടുന്ന സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്നവർക്കും മെഡിസിന് പഠിക്കുന്ന സ്റ്റുഡൻസിനും അവരുടെ അംഗീകാരങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ, മെമൻറ്റോസ് ഇതൊക്കെ ലഭിക്കേണ്ടുന്ന വാരമാകുന്നു. കാരണം അഷ്ടമത്തിൽ ചന്ദ്രനാണ്. പ്രത്യേകിച്ച് മെഡിസിൻ സ്റ്റുഡൻസിന് വളരെയധികം അനുകൂലമായ സമയമാകുന്നു. സഭാവിദ്യതേ ഭൈഷജീതസ്യ ഗേഹേ, ആശുപത്രി സ്ഥാപിക്കുവാനൊക്കെ വളരെ അനുകൂലമാണ്. അക്യുപഞ്ചർ പഠിച്ച സ്റ്റുഡൻസിന് ക്ലിനിക്ക് ഇടാൻ വളരെ നല്ലതാണ്. ചൊവ്വ ഇഷ്ടസ്ഥാനത്താണ്. അതിനാൽ സൂചി പിഴക്കില്ല. അക്യുപഞ്ചറിന് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന വിഷയം സൂചി തെറാപ്പിയാണ്. അതിന് ഈ ഒരു വാരമൊക്കെ വളരെ അനുകൂലമാണ്. 8-ൽ ചന്ദ്രൻ വന്നാൽ ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം. തൻ്റെ വീട് മെഡിക്കൽ ഷാപ്പാകുമെന്നാണ് പറയുന്നത്. ഒരു ഭാഗത്തെ മെഡിസിനുമായി ബന്ധപ്പെടുമ്പോൾ ആ ഒരു യോഗം നിങ്ങൾക്കെടുക്കാം. മറുഭാഗത്ത് ശാരീരികമായി കഫജന്യമായ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് വലയുന്ന സമയമാണ്. അഷ്ടമത്തിൽ ചന്ദ്രനും വ്യാഴവും രണ്ടും കഫജന്യമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രഹങ്ങളാകുന്നു. അതിനാൽ കഫാധിക്യമുള്ള ശരീരം, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വളരെയധികം ശ്രദ്ധിക്കണം. തുലാം രാശിക്ക് മാത്രം ഒരു പ്രത്യേകത പറഞ്ഞിട്ടുള്ളത് ഹീന അംഗത്തിന് ഹീനത്വം വരുമെന്നാണ്. അതിനാൽ തുലാം രാശിക്കാർ ഈ വാരം ശാരീരികമായി ഡിസ്ക് സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പൂർവികമായ സ്വത്ത് കിട്ടാൻ ചില ബുദ്ധിമുട്ടുകൾ വരും. പൂർവികമായ സ്വത്തിൻ്റെ പേരിൽ തർക്കങ്ങൾ വരും, രേഖാപരമായ പ്രയാസങ്ങൾ വരും. അച്ഛൻ്റെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അച്ഛന് ശാരീരികമായി വളരെയധികം വൈയായിക വരും. ഹാർട്ട് പേഷ്യൻസായ അച്ഛൻ്റെ പേരിലൊക്കെ വഴിപാടുകൾ ചെയ്യണം. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമമോ ചെയ്യുന്നത് വളരെ അനുകൂലമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം രേഖ മറന്നു പോവുക, രേഖാപരമായ വിഷയങ്ങളിൽ ചെന്ന് പെടുക. അതിനാൽ തൻ്റെ രേഖ എപ്പോഴും ഉറപ്പ് വരുത്തണം, തൻ്റെ കൈവശമുണ്ടോ എന്ന്. അല്ലെങ്കിൽ രേഖയുടെ പേരിൽ തർക്കങ്ങൾ വരും. ആവശ്യത്തിന് ചെക്ക് ചെയ്യുമ്പോഴായിരിക്കാം രേഖ കാണാത്തൊരവസ്ഥ വരുന്നത്. യാത്രയിൽ വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടു പോകാതെ നോക്കുക. സഹോദരരുടെ ഗുണം പ്രായണ കുറഞ്ഞ വാരമാകുന്നു. അവർക്ക് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം. പലപ്പോഴും സഹോദരന്മാരുടെ വിവാഹ വിഷയത്തിൽ പലപ്പോഴും അസന്തുഷ്ടമായൊരു അന്തരീക്ഷം കൈവരുന്ന സമയമാണ്. കാരണം സഹോദര സ്ഥാനത്തിൻ്റെ 7-ാം ഭാവത്തിൽ ചൊവ്വ വരുന്നു. പലപ്പോഴും സഹോദരിയുടെ അല്ലെങ്കിൽ സഹോദരൻ്റെ വിവാഹ ആവശ്യാർത്ഥം ധാരാളം യാത്ര ചെയ്യേണ്ടുന്ന സമയം ചേട്ടന്മാരായ തുലാം രാശിക്കാർക്കുണ്ടാകാം. പക്ഷേ
അതിനൊരു പൂർണ്ണത വരാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതിൻ്റേതായ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുക. അവിവാഹിതരായ സഹോദരങ്ങൾ, സഹോദരിയായാലും സഹോദരനായാലും അവരുടെ പേരിൽ ഈ വാരം അല്ലെങ്കിൽ അടുത്ത വാരവും ഭാര്യാസമേതനായ സുബ്രഹ്മണ്യനുള്ള ക്ഷേത്രത്തിൽ അവരുടെ പേരിൽ സ്വയംവര അർച്ചന ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. വിഷസ്പർശം രാത്രി ഏൽക്കാതെ നോക്കേണ്ടതാണ്. അസമയത്തുള്ള യാത്രയിൽ വിഷസ്പർശം ശ്രദ്ധിക്കണം. അതേ രീതിയിൽ സ്കിൻ പ്രോബ്ലത്തിനും പരിഹാരം കാണേണ്ടതാണ്. ഈ വാരം നിങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാരമാകുന്നു നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യസൂക്താർച്ചന വഴിപാടായി ചെയ്യുക. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം, കൂവളമാല ജലധാരിയും വഴിപാടായി ചെയ്യുന്നത് വളരെ ഉത്തമമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട തുലാരാശി പ്രേക്ഷകർക്കും ശോഭനമായൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു വൃശ്ചിക രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രവും അടങ്ങുന്ന നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികം രാശി. ഇന്ന് വൃശ്ചികം രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 4-ാം ഭാവത്തിൽ ശനി, 5-ാം ഭാവത്തിൽ രാഹു, 7-ാം ഭാവത്തിൽ ചന്ദ്രൻ, വ്യാഴം, അഷ്ടമത്തിൽ ചൊവ്വ, 11-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, കേതു, 12-ാം ഭാവത്തിൽ ശുക്രൻ. വൃശ്ചികം രാശിക്കാരുടെ ഏറ്റവും നല്ലൊരു ഉപദേശം, ചില പൂർവികമായ സ്വത്ത് വിഷയങ്ങൾക്ക് അനുകൂലമായി വരുന്ന വാരമാകുന്നു. അതിനാൽ എത്രയും പെട്ടെന്ന് രേഖാപതിയായ ബുധൻ ഉച്ചസ്ഥനാണ്. അതിൻ്റെ ഡോക്യുമെൻസൊക്കെ സെറ്റാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ അധീനതയിൽ കൈവശത്തിൽ വരുവാൻ ശ്രമിക്കുക. കാരണം ഇഷ്ടദാനം ഒക്കെ ഭൂമിയിൽ ചെയ്യുകയാണെങ്കിൽ പിന്നത്തേക്ക് അതിന് കാലതാമസം വരാൻ പാടില്ല. ഈ വരുന്ന ആഴ്ചക്കുള്ളിൽ തന്നെ അത് അനുകൂലമായി ചെയ്യുക. കാരണം ഇവിടെ 4-ാം ഭാവം, കുടുംബം, ഭൂമി, വീട്, ഇത് ചിന്തിക്കേണ്ടുന്ന ശനി ബലവാനാണ്. പൂർവികമായ സ്വത്തിനെ പറ്റി ചിന്തിക്കേണ്ടുന്ന ചന്ദ്രൻ ധനാധിപനായ വ്യാഴത്തോടുകൂടി ശക്തമായി നിൽക്കുന്നു. അതിനാൽ ധനലാഭം വളരെയധികം ഉണ്ടാകാം. തനിക്ക് പേഴ്സണലായി ധാരാളം തടസ്സങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ വക വിഷയങ്ങളിൽ അനുകൂലമായി ഇടപെട്ട് പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്നത് വളരെ അനുകൂലമാണ്. അഷ്ടമത്തിലെ ചൊവ്വയും ശാരീരികമായി ഉദരസംബന്ധമായ രോഗങ്ങൾ ശ്രദ്ധിക്കണം. പൈൽസിന് സർജറിയുടെ സമയമാണ്. അല്ലെങ്കിൽ പൈൽസുമായി ബന്ധപ്പെടുന്ന രക്തസംബന്ധമായ ദൂഷ്യങ്ങൾ വന്ന് ഡോക്ടറെ കാണിക്കേണ്ടുന്ന അവസ്ഥയാകുന്നു. കാരണം മോഷൻ 5-ാം ഭാവം ഉദരമാകുന്നു. അവിടെ നിൽക്കുന്ന രാഹു ഗ്യാസ്ട്രോ സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അഷ്ടമത്തിൽ ചൊവ്വ വന്നാൽ അതിനെ അത് ദ്യോതിപ്പിക്കുന്നു. മലബന്ധം പോവാതെ മലദ്വാരത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന വാരമാണ്. ആരോഗ്യവശം വളരെയധികം ശ്രദ്ധിക്കുക. 12-ലെ ശുക്രൻ ധാരാളം ധനം വരുവാനുള്ള യോഗമുണ്ട്. പക്ഷെ അവിടെയും ശ്രദ്ധിക്കണം. സ്നേഹത്തിലൂടെ ദുഃഖം വരുമെന്നാണ്. നിസ്സാര കാര്യങ്ങൾക്ക് സഹോദരങ്ങളുമായി ചെറിയ ചില കാര്യങ്ങളിൽ വഴക്കുണ്ടാകുന്ന വാരമാണ്. അതിനാൽ സഹോദര വിഷയത്തെ, ബന്ധത്തെ വിളക്കി ചേർക്കാൻ ശ്രമിക്കുക. ഒളിച്ചോടാൻ നോക്കരുത്. ഒളിച്ചോടാൻ നോക്കിയാൽ പരസ്പരം വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സാഹോദര്യ വിഷയത്തിൽ വരുന്ന വാരമാകുന്നു. നിബിഡ യോഗമാണ്. കാശുണ്ടാക്കാനൊക്കെ വളരെ അനുകൂലമായ സമയമാകുന്നു. അതിനുവേണ്ടി ഉത്സാഹിക്കുക. ഉത്സാഹിച്ചാൽ ഫലം നിശ്ചയമാണ്. മക്കളുടെ സന്താന വിഷയത്തിൻ്റെ ശ്രേയസ്സിനായി, പഠന ശ്രേയസ്സിനായി അവരുടെ പേരിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ പൂജ ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാകുന്നു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ത്രിമധുരം പഞ്ചാമൃതമൊക്കെ. കാരണം ചൊവ്വയാണ് ഇവിടെ പിഴച്ചു നിൽക്കുന്നത്. 5-ലെ രാഹുവിന് നാഗപ്രീതി ചെയ്യുന്നതും വളരെ ഗുണമാണ്. വെള്ളിയാഴ്ച ദേവിപ്രീതി ചെയ്യുക. ശത്രുമുട്ടൊക്കെ ചെയ്താൽ ശത്രുജന്യമായ ബുദ്ധിമുട്ടുകൾ പരിഹാരം കാണാവുന്ന വാരമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട വൃശ്ചിക രാശിക്കാർക്കും ഒരു ശോഭനമായ വാരത്തെ കാക്ഷിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ധനുരാശിക്കാരുടെ ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. മൂലം നക്ഷത്രം, പൂരാടം നക്ഷത്രം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന രാശിയാകുന്നു ധനുരാശി. ഇന്ന് ധനുരാശിക്കാർക്ക് പ്രായേണ യാത്രാവതിയായ ഗ്രഹം ബുധൻ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നു. അതിനാൽ നല്ലൊരു യാത്രയ്ക്കല്ല അനുകൂലമായ സമയവും പ്രദാനം ചെയ്യപ്പെടുന്നു. 7-ൽ ചൊവ്വയുണ്ട്. ആ ചൊവ്വയ്ക്ക് നിങ്ങൾ പരിഹാരം കാണണം. ആ യാത്രാ തടസ്സമുണ്ടാക്കുന്നു. അതിനാൽ കർമ്മമുട്ടി ചെയ്യണം ചൊവ്വാഴ്ച ഇവിടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ. പക്ഷേ നമുക്ക് ബുധൻ വളരെ ബലവാനാണ്. കർമ്മമേഖല വളരെ നല്ലതാണ്. വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. മക്കളുടെ മക്കളുണ്ടാകുന്നു. പ്രായമുള്ള മുത്തച്ഛനും മുത്തച്ഛിക്കും. കാരണം ശുക്രൻ 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. 11-ാം ഭാവം എന്താണ്? സർവാഭിഷ്ടാഗമോ ജ്യേഷ്ഠഭ്രാത ജാത നിജാത്മജാഹ. തൻ്റെ മക്കളുടെ മക്കളാണ് 11-ാം ഭാവം. അവിടെ നിൽക്കുന്ന ശുഭഗ്രഹം വിവാഹ ശ്രേയസ് തൻ്റെ
ചെറുമക്കൾക്കുണ്ടാകാം. അതേ രീതിയിൽ മക്കളുടെ മക്കളെ ഇവർക്ക് സമ്മാനമായി തരുന്ന സമയവുമാണ്. കർമ്മമേഖലയിൽ ഊർജ്ജസ്വലതയോടുകൂടി തനിക്ക് പ്രവർത്തിക്കുവാനുള്ള നിപുണയോഗം ധനുരാശിക്കാർക്ക് കൈവരുന്ന വാരമാണിത്. ലഗ്നാധിപനായ വ്യാഴം 6ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് ചന്ദ്രനോടുകൂടെ നിൽക്കുന്നു. വളരെയധികം ശത്രുദോഷം ഈ വാരത്തുണ്ടാകാം. രിപോ ജായതേ വിഗ്രഹേണാഭി രാജ ജിതാസ്തേകി ഭൂയ വിധോ സമ്പദന്തി. ശത്രുക്കൾ വരും, ശത്രുവിനെ ജയിക്കും. പക്ഷേ അദൃശ്യനായ ശത്രു വീണ്ടും തന്നെ നോക്കി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ശത്രുദോഷ വിഷയത്തിന് ഒരു പരിഹാരം കാണണം. വ്യാഴാഴ്ച സുദർശന പുഷ്പാഞ്ജലി ചെയ്യണം. നരസിംഹസ്വാമി ക്ഷേത്രത്തിലാകാം, അല്ലെങ്കിൽ മഹാവിഷ്ണു സങ്കേതത്തിലാകാം. ഒരു വസുമദ്യോഗം ധനുരാശിക്കാർക്ക് ഈ വാരത്തിലുണ്ട്. ധനയോഗം കാണുന്നു. ലഗ്നാൽ അതീവ വസുമൽ വസുമൻ ശശാങ്കാൽ. ചന്ദ്രനാൽ 6-11 ഭാവങ്ങളിൽ ഉപജയസ്ഥരായി ആചാര്യഗ്രഹങ്ങളായ വ്യാഴവും ശുക്രനും നിൽക്കുന്നു. സാമ്പത്തികമായൊരു പുരോഗതി ഈ വാരം ഉണ്ടാകാം. കാരണം ഇവിടെ ധനാധിപനായ ശനി ബലവാനായി നിൽക്കുന്നു. അതിനാൽ ഈ വാരം പ്രായേണ ധനുരാശിക്കാർക്ക് ഒരു അനുകൂലമായ വാരമാകുന്നു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.